ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇത്തി. പക്ഷേ എൻ്റെ ഇത്തി പലതരം പിക്ചേഴ്സ് വരയ്ക്കും. ഇപ്പോൾ റോസാപ്പൂ വരച്ചിട്ട് അതിൻ്റെ താഴെ എന്തോന്ന് എഴുതി. ജാസിയ, അതൊന്ന് വായിച്ചു തരുമോ? എൻ്റെ പേര് ജാസിയ. ഞാൻ ആദ്യമായി ഒരു ചെടി നട്ടു. ആ ചെടിയുടെ പേര് റോസാപ്പൂവ്. ഞാൻ അതിനെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് പൂമൊട്ടായി വന്നു. ഞാൻ അതിനെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊണ്ട് നന്നായി വളർന്നു. അതിനുശേഷം നല്ല ഭംഗിയുള്ള പൂവായി മാറി. നെക്സ്റ്റ് പിക്ചർ പ്ലീസ്. ഇതാണൊരു ക്യാറ്റ്. ക്യാറ്റിൻ്റെ താഴെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്ന് വായിക്കാമോ? എൻ്റെ പേര് ജാസിയ. എനിക്കൊരു കുഞ്ഞു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ പേര് കിറ്റി എന്നാണ്. ആ പൂച്ച എന്ത് ക്യൂട്ടാണെന്നോ. അഴകുള്ള കണ്ണ്. എന്തൊരു ഭംഗിയാ ആ പൂച്ചയെ കാണാൻ. കണ്ട പൂച്ചയെ കാണാൻ എന്ത് ഭംഗിയാ. ഓക്കെ, അടുത്തെല്ലാവരും 2 2 0 വെച്ച് വരച്ചതാട്ടോ. നെക്സ്റ്റ് പിക്ചർ. ഇതെൻ്റെ അനിയത്തിയുടെ കൈ വെച്ചാണ് വരച്ചേക്കുന്നത്. പക്ഷെ വലിയ കൈയാണെന്ന് നിങ്ങൾക്കൊന്ന് തോന്നും. കണ്ടോ, ഞാൻ വായിച്ചു തരാം. അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. എന്തുവാ? ഐ ലവ് മൈ ഫാമിലി ബൈ ജാസിയ. കൊച്ചിൻ്റെ കൈ എടുത്ത് വരച്ചിട്ടെ ഐ ലവ് മൈ ഫാമിലി എന്ന് എഴുതിയിട്ട് ബൈ ജാസിയ. താഴെ ഇങ്ങനെ ഇവിടെ എഴുതത്തില്ലേ? ഓക്കെ, നിങ്ങൾ കണ്ടോ? നെക്സ്റ്റ് പിക്ചർ. ഇത് വരച്ചിട്ട് ലവിൻ്റെ പകരം OVE ഒരു കാലും കൈയായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇത് ലവ്വാ. LOVE ലവ്. അടുത്തതായി കാണിക്കുന്നത് ഇതെൻ്റെ ഇത്ത ഫോണിൽ നോക്കി വരച്ചതാ. ഫോണിൽ നോക്കിയല്ലേ, ഞാൻ സാധാ വരച്ചത്. സാധാ കണക്ക് വരച്ചതാട്ടോ. ഇതിത്തെ നോക്കേ, അഴകുള്ള കണ്ണുകൾ. എന്തു ഭംഗിയല്ലേ കാണാൻ. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് ഫ്രൂട്ട്സ് ആണല്ലോടെ. ഫ്രൂട്ട്സും വെജിറ്റബിളും. പംകിൻ ഉണ്ട്, ബനാന വരെ ഉണ്ടല്ലോ. ഓറഞ്ച് ഉണ്ടല്ലോ. ഇതെന്തായിരുന്നു? ഇതെനിക്ക് അറിയത്തില്ല കേട്ടോ. പർപ്പിള്. നെക്സ്റ്റ്. പൂവാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ. അടുത്ത് നിന്ന് കണ്ടതടക്കമുണ്ട്. കണ്ടാ എന്തു ഭംഗിയാ. നെക്സ്റ്റ് ഉണ്ടോ പിക്ചർ? ഇതെല്ലാം ഞാൻ ഒന്നും വരച്ചിട്ടില്ല. ബാക്കി എനിക്ക് സ്കൂളിൽ പോകുമ്പം അതുവരെ ഞാൻ ഇത് വരയ്ക്കും. പിന്നെ ഈ സ്കൂളിൽ പോയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ഞാൻ വരച്ചിരിക്കും. വേറെ ഒരു ബുക്കിൽ കുറേ വരച്ചിട്ടുണ്ട്. ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? ഈ പിക്ചറിനകത്ത് ഒരു സംഭവം ചുറ്റിനിരുന്ന കഥ. അത് ഞാൻ വരച്ചപ്പോഴത്തേക്ക് ഓളമായിപ്പോയി. പിന്നെ ഞാൻ ഇത് വരയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ലാരിയായിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ യൂട്യൂബിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കിട്ടി. അപ്പം ഞാൻ അതെടുത്ത് എനിക്ക് ഇതേപോലെ വരയ്ക്കാൻ തോന്നി. ഞാൻ അതെടുത്ത് അടച്ചു വെച്ചിട്ട് അതേപോലെ ഒരു പിക്ചർ എടുക്കും. അതാണ് ഇത്. നോക്കട്ടെ, നല്ലോണമായി. എല്ലാം കൂടെ കലർത്തിയാണ് വരച്ചേക്കുന്നത്. പക്ഷേ എല്ലാം നീ കലർത്തിയാണെന്ന് എനിക്കറിയാം വരച്ചേക്കുന്ന. ഗുഡ് ബൈ. ഈ ബുക്ക് കണ്ട? ഈ ബുക്കിലെ ഞാൻ എല്ലാം വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഇത് കണക്കത്തെ ബുക്കുണ്ട്. അതിനകത്ത് ഞാൻ തോനെ പടങ്ങളും വരച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് ആ പൂവാ ഇഷ്ടപ്പെട്ടത്. പൂ മാത്രം? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. ഇത് ചെറിയായിട്ടൊക്കെ കൊള്ളാം. പിന്നെ അതല്ലാതെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ നല്ലത്. പക്ഷെ ഇത് വാവേ, എൻ്റെ കാലിൽ ചവിട്ടാതടാ. ഇതാ ആ കൊച്ചിൻ്റെ കൈ ചെറുതാ, പക്ഷെ വരയ്ക്കുമ്പോൾ വലുതാണെന്ന് തോന്നുന്നു. കണ്ടോ? ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.